കേരളത്തിലെ വൺ ഓഫ് ദ ടോപ്പ് 5 ടെക്സ്റ്റൈൽസ് എന്ന് റോൾ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള സാരിയാണ് കേട്ടോ. കസ്റ്റമറോട് റോളിംഗ് സർവീസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് റോൾ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിങ്ങനെ ഇതാണോ ശരിക്കും റോളിംഗ് എന്ന് പറയുന്നത്? ഞാൻ ആക്ച്വലി ഇന്ന് ഈ വീഡിയോ എടുക്കാൻ പോലും പ്രിപ്പയർഡ് ആയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ, ഷോപ്പിലും ആളുണ്ട്, സാരി ഡ്രേപ്പിങ്ങിനും അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ. കാരണം നമുക്ക് രണ്ടാമത്തോ മൂന്നാമത്തോ പ്രാവശ്യമാണ് ഇങ്ങനത്തെ ഒരു ഇൻസിഡൻസ് സെയിം ഷോപ്പിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കല്യാൺ സിൽക്സ് നാട്ടോ ഇവർ റോൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സാരിയും അവിടെ തന്നെയാണ്. ആക്ച്വലി ഇവർ എന്താണ് ഈ സാരി റോളിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത് പോലും മനസ്സിലായില്ല. ഒരു PVC പൈപ്പിന്റെ മുകളിൽ ചുമ്മാ സാരി ഇങ്ങനെ ചുറ്റുന്നതാണോ സാരി റോളിംഗ് എന്ന് പറയുന്നത്? ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ കസ്റ്റമറെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ആൾ പറഞ്ഞു പെയ്ഡ് ആയിട്ടുള്ള വർക്ക് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അപ്കമിംഗ് ബ്രൈഡ്സിന്റെ അടുത്താണ് സാരി റോളിംഗ് ഒക്കെ ഇത് ചെയ്യാൻ അറിയുന്നവരുടെ അടുത്ത് മാത്രമേ ഏൽപ്പിക്കുക. മിക്ക ആളുകളുടെയും വിചാരം എന്ന് പറയുന്നത് ഒരു സ്റ്റീം അയൺ ബോക്സും ഒരു PVC പൈപ്പും ഉണ്ടെങ്കിൽ ഈ ഒരു വർക്ക് നമുക്ക് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. സ്റ്റീം അയൺ ബോക്സ് കൊണ്ട് നമുക്ക് റോളിംഗ് ചെയ്യാം. പക്ഷേ മാക്സിമം നമുക്ക് കഴിയുന്ന അത്രയും അതിന്റെ ഫോൾഡിംഗ് മാർക്ക് റിമൂവ് ചെയ്തിട്ട് കൊടുക്കാൻ നോക്കുക. ഇതുപോലുള്ള ഷോറൂംസ് ഒക്കെ നമുക്ക് സീറോ കോസ്റ്റിൽ നമുക്ക് റോളിംഗ് സർവീസസ് അവൈലബിൾ ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒക്കെ റിസൾട്ട് ഇങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലത്തെ ഒരുപാട് ഫ്രോഡ് നാട്ടിൽ നടക്കുന്നുണ്ട്. അതിലൊന്നും പോയി പെടാതെ നോക്കുക കേട്ടോ. അപ്പോൾ അപ്കമിംഗ് ബ്രൈഡ്സ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ റോളിങ്ങിന് കൊടുക്കുക, നീറ്റായിട്ട് ഡ്രേപ്പ് ചെയ്യിക്കുക.